രണ്ടാം മോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു സർവേയാണ് ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആധാരം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എത്ര ഭൂമിയുണ്ട്, ആ ഭൂമിയിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്, ഈ ഭൂമിയുടെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ സർവേ കൊണ്ടുവന്നപ്പോൾ തന്നെ പുറത്തു വന്ന ഒരു വാർത്തയാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും 2000 ഹെക്ടർ ഭൂമി, അതായത് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.5 ഏക്കറാണ്. ഈ 2000 ഹെക്ടർ ഭൂമി അനധികൃതമായി കുടിയേറ്റക്കാർ താമസിക്കുന്നു എന്നുള്ളത്. ഈ 2000 ഹെക്ടർ ഭൂമിയെക്കുറിച്ച് അന്വേഷിച്ചു പോയപ്പോൾ മനസ്സിലായ കാര്യം, ഈ 2000 ഹെക്ടർ ഭൂമി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറ്റം നടന്നപ്പോൾ ഇന്ത്യയിലെ ഭൂമി വിട്ട് പാകിസ്ഥാനിലേക്ക് കുടിയേറപ്പെട്ട ആൾക്കാരുടേതാണെന്ന് മനസ്സിലായി. പിന്നീട് രേഖകളില്ലാതെ അവരുടെ അനന്തരാവകാശികൾ അവിടെ താമസിക്കുകയായിരുന്നു. രേഖകൾ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ആധാരമോ ഇത് ഇവരുടെ ബന്ധുക്കളുടെ സ്ഥലമാണെന്ന് തെളിയിക്കുന്ന യാതൊരുവിധ രേഖകളോ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉത്തർപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ സ്ഥലം പിടിച്ചെടുക്കുകയുണ്ടായി. അത് 6000 ഏക്കറാണ്. അതും പാകിസ്ഥാനിലേക്ക് കുടിയേറ്റപ്പെട്ട ആൾക്കാരുടെ ഭൂമിയാണ്. ഇന്ത്യയിൽ നിന്ന് പാക് വിഭജനമുണ്ടായപ്പോൾ ഇവിടെ നിന്നുള്ള നവാബുമാരടക്കം പാകിസ്ഥാനിലേക്ക് കുടിയേറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ ഇവിടെ ഉപേക്ഷിച്ചു പോയ ഭൂമിയാണ് ഈ ഡിജിറ്റൽ സർവേയിലൂടെ അനന്തരാവകാശികളില്ലാതെ കുടിയേറ്റക്കാർ താമസിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യൻ സർക്കാർ പിടിച്ചെടുത്തത്. ഇപ്പോഴിതാ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ആ വാർത്ത ഇതാണ്: പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ലിയാഖത്ത് അലി ഖാന്റെ കുടുംബ സ്വത്തും ഇപ്പോൾ ഇന്ത്യ പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിനെ എനിമി പ്രോപ്പർട്ടി അഥവാ ശത്രു സ്വത്ത് എന്നാണ് പറയുന്നത്. പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലിയാഖത്ത് അലി ഖാനുമായി ബന്ധപ്പെട്ടുള്ള ഭൂമിയും ഇപ്പോൾ ഇന്ത്യ പിടിച്ചെടുക്കുകയാണ്. ലിയാഖത്ത് അലി ഖാന്റെ ഈ ഭൂമിയെ ശത്രു സ്വത്ത് അഥവാ എനിമി പ്രോപ്പർട്ടി എന്നാണ് ഇന്ത്യ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ഭൂമികളെയും എനിമി പ്രോപ്പർട്ടി എന്നാണ് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത്. മുസഫർ നഗറിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഭൂമിയാണ് ശത്രു സ്വത്തായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഭൂമിയുടെ കൂടെ ഒരു പള്ളിയും ഇപ്പോൾ ശത്രു സ്വത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആഭ്യന്തര മന്ത്രാലയമാണ് ഡിസംബർ 5 കത്തിൽ ശത്രു സ്വത്ത് നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും ഭരണകൂടത്തോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് പോരാത്തതിന് എല്ലാ കക്ഷികളും ഇത് കേൾക്കുകയും ശേഷം ഭൂമിയെ ശത്രുസ്വത്ത് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി സിറ്റി മജിസ്ട്രേറ്റ് വികാസ് കശ്യപും ശനിയാഴ്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലിയാഖത്ത് അലി ഖാന്റെ കുടുംബത്തിന്റെ പേര് ചരിത്രരേഖകളിൽ പരാമർശിച്ചിരുന്ന ഈ സ്വത്ത് വലതുപക്ഷ സംഘടനയുടെ, അതായത് രാഷ്ട്രീയ ഹിന്ദു ശക്തി സംഘടനയുടെ ദേശീയ കൺവീനർ സഞ്ജയ് അറോറ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയുടെ ഇപ്പോൾ ശത്രുസ്വത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഭൂമിയുടെ കൃത്യമായിട്ടുള്ള വില ഇപ്പോഴും നിശ്ചയിച്ചിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇന്ത്യയിൽ ഇതുപോലെ എത്ര പേരുടെ സ്വത്തുക്കൾ ശത്രുസ്വത്തായി ഇന്ത്യ പ്രഖ്യാപിക്കും, നമ്മുടെ രാജ്യം പ്രഖ്യാപിക്കുമെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.